ഹലോ എക്സാമിനർ +2 ഫാമിലി. അപ്പോൾ മക്കളെ, നിങ്ങളുടെ ക്രിസ്മസ് പരീക്ഷയുടെ ടൈം ടേബിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഒരു മിസ്റ്റേക്ക്, ആ മിസ്റ്റേക്ക് നിങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ ക്രിസ്മസ് പരീക്ഷ തകർക്കാൻ പറ്റും നിങ്ങൾക്ക്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞാൽ അതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് അനൗൺസ്മെൻറ്റ് ഉണ്ട്. ഈ ഞായറാഴ്ച നിങ്ങൾക്ക് വേണ്ടി എക്സാമിനർ നിങ്ങൾക്ക് വേണ്ടി ഒരു ഗംഭീര സ്റ്റഡി ചാലഞ്ച് വെക്കുന്നുണ്ട്. ഒരു 7-day സ്റ്റഡി ചാലഞ്ചാണ് നിങ്ങൾക്ക് വേണ്ടി എക്സാമിനർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തിനാണ് സ്റ്റഡി ചാലഞ്ച്? ഒന്നുമില്ല മക്കളെ, ഇതുവരെ ഒന്നും പഠിക്കാത്തവർക്ക് പോലും 7 ദിവസം കൊണ്ട് ഏറ്റവും മനോഹരമായിട്ട് പഠിച്ച് ഗംഭീരമായിട്ട് പഠിച്ച് ക്രിസ്മസ് പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടാനുള്ള സ്റ്റഡി പ്ലാനാണ് റിവീൽ ചെയ്യാൻ പോകുന്നത്. ഈ ഞായറാഴ്ച കൃത്യം 8 മണിക്കായിരിക്കും ലൈവ് ഉണ്ടാകാൻ പോകുന്നത് മക്കളെ. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ പോയി ലൈക്ക് ചെയ്ത് വെക്കുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഞായറാഴ്ച വരണം. ഇനി എന്താണ് സാർ ആ ഒരു മിസ്റ്റേക്ക്? മക്കളെ, നമ്മുടെ സ്റ്റഡി ടൈം ടേബിൾ അല്ല, പരീക്ഷയുടെ ടൈം ടേബിൾ നിങ്ങൾ നോക്കിയാൽ ഒരു പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ച് പരീക്ഷകൾ അടുപ്പിച്ചാണ്. അതിനുശേഷം ഒരു ലീവിന് ശേഷം ഒരു 3 പിന്നെ ഒരു അര ദിവസം കൂടെ ചേർന്ന് ഒരു 3.5 ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് അടുത്തൊരു 3 പരീക്ഷ വരുന്നത്. ഇപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വളരെ സിമ്പിളാണ്. വളരെ കോമൺ സെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പാറ്റേൺ ആയിരിക്കും. അതായത് ഫിസിക്സും കമ്പ്യൂട്ടർ സയൻസും മാത്സും കെമിസ്ട്രിക്കും നിങ്ങൾക്ക് ഇടയിൽ ദിവസങ്ങളില്ല. അതായത് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു എക്സ്ട്രാ ദിവസമൊന്നുമില്ല. ആ ഒരു ഈവനിങ് മാത്രമേ ഉള്ളൂ. ആ ഈവനിങ് കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനേ പറ്റുള്ളൂ. മാത്സ് കഴിഞ്ഞാൽ കെമിസ്ട്രിക്ക് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സമയമില്ല. എന്നാൽ ബയോളജിക്ക് നിങ്ങൾക്ക് നല്ല സമയമുണ്ട്. ബയോളജിക്ക് മാത്രമല്ല, ഇംഗ്ലീഷിനും പാർട്ട് 2 ലാംഗ്വേജസിനും നിങ്ങൾക്ക് ഒരു വലിയൊരു സ്റ്റഡി ലീവ് തന്നെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി നിങ്ങൾ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഉണ്ടാക്കാതിരിക്കണം. എന്താ മിസ്റ്റേക്ക്? അതായത് എല്ലാ സബ്ജക്റ്റും ഇനിയുള്ള നിങ്ങൾക്ക് നാളെയും മറ്റന്നാളും ഈ ഒരാഴ്ചയുണ്ട്. അതുകൂടാതെ നെക്സ്റ്റ് ഒരാഴ്ചയും കൂടെ പഠിക്കാനുണ്ട്. ഈ 7 to 9 ദിവസങ്ങൾ നിങ്ങൾ എല്ലാ സബ്ജക്റ്റിനെയും ഒരേപോലെ പ്രയോറിറ്റി കൊടുത്ത്, അതായത് ഞാൻ ഫിസിക്സും പഠിക്കും, ഞാൻ മാത്സും പഠിക്കും, ഞാൻ കെമിസ്ട്രിയും പഠിക്കും, ഞാൻ ബയോളജിയും പഠിക്കും, ഞാൻ കമ്പ്യൂട്ടർ സയൻസും പഠിക്കും, ഞാൻ എല്ലാം ഒരേപോലെ പഠിക്കും എന്ന് നിങ്ങൾ വാശി പിടിച്ചാൽ അതൊരു മണ്ടത്തരമായി പോകും. കാരണം എന്താണ്? കാരണം നിങ്ങൾക്ക് ഇത്രയും സബ്ജക്ട്സ് അടുപ്പിച്ചാണ് വരുന്നത്. അതിനുശേഷം ബാക്കിയുള്ള സബ്ജക്റ്റിനെ പഠിക്കാൻ വേണ്ടി ഡെഡിക്കേറ്റഡ് ആയി ഇഷ്ടംപോലെ സമയം ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നെക്സ്റ്റ് വീക്ക് കൂടുതൽ എന്തിന് സമയം ചിലവാക്കണം? ഫിസിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, മാത്സ്, കെമിസ്ട്രി. കമ്പ്യൂട്ടർ സയൻസ് ഇല്ലാത്തവർ നിങ്ങൾ മാത്സും കെമിസ്ട്രിക്ക് നിങ്ങൾ സമയം ചിലവഴിക്കുക. അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യത്തെ ഗ്യാപ്പ് ഇല്ലാത്ത പരീക്ഷകൾ എന്താണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ തന്നെ ഫിസിക്സ് നിങ്ങൾ എന്ത് ചെയ്യണം? ഏറ്റവും അവസാനത്തേക്ക് വെക്കുക. അതായത് നെക്സ്റ്റ് വീക്ക് നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ഫിസിക്സ് പഠിക്കാൻ പോകണ്ട. ഫിസിക്സ് പരീക്ഷയാണല്ലോ ആദ്യം. അപ്പോൾ ആ ഫിസിക്സിൻ്റെ 2-3 ദിവസം മുൻപുള്ള ദിവസങ്ങൾ ഫിസിക്സ് മാത്രം പഠിക്കുക. പക്ഷെ അതിന് മുൻപുള്ള ദിവസങ്ങൾ നിങ്ങൾ എന്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം? കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർ കമ്പ്യൂട്ടർ സയൻസും, ഇല്ലാത്തവർ മാത്സും കെമിസ്ട്രിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം. ഇനി അതിൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുക? കമ്പ്യൂട്ടർ സയൻസ് ഇല്ലാത്തവർക്ക് മാത്സിന് ഒരു ദിവസം കിട്ടും, എന്നാൽ കെമിസ്ട്രിക്ക് നിങ്ങൾക്ക് ദിവസം കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ കൂടുതൽ നിങ്ങൾ എന്തിൽ ഫോക്കസ് ചെയ്യണം? കെമിസ്ട്രിക്ക് ഫോക്കസ് ചെയ്യാം. അതിനുശേഷം മാത്തമാറ്റിക്സ്, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഫിസിക്സും കമ്പ്യൂട്ടർ സയൻസിൽ ഫോക്കസ് ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ എൻ്റെ അഭിപ്രായത്തിൽ ബയോളജി നിങ്ങൾ പഠിക്കുക പോലും വേണ്ട. പഠിക്കുന്ന സാർ മോശമാണോ? അല്ല, നിങ്ങൾ ഓൾറെഡി ഇതൊക്കെ പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ഓബ്വിയസ്ലി റിവൈസ് ചെയ്യും. പക്ഷേ നിങ്ങൾ കാര്യമായിട്ടൊന്നും പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ഈ സബ്ജക്റ്റിൽ മാത്രം ഫോക്കസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കെമിസ്ട്രി കഴിഞ്ഞ ദിവസം അന്നത്തെ വൈകുന്നേരവും പിന്നെ അടുത്ത 3 ദിവസങ്ങൾ നിങ്ങൾക്ക് ബയോളജിയും ഇംഗ്ലീഷും പിന്നെ പാർട്ട് 2 ലാംഗ്വേജൊന്നും അത്രയും പഠിക്കാൻ മാത്രമില്ല, ഇംഗ്ലീഷും അത്രയും പഠിക്കാൻ മാത്രമില്ല. പക്ഷേ ഇത്രയും ദിവസങ്ങൾ നിങ്ങൾക്ക് ഇതിന് വേണ്ടി ഈ 3 സബ്ജക്റ്റിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് വെക്കാം. അപ്പോൾ ആ ഒരു ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, ഇത്രയും സമയം ഉണ്ടെന്നുള്ള കാര്യം. ഓക്കെ, എന്ന് വെച്ചിട്ട് ഞാൻ ഒരിക്കലും എന്തല്ല ഉദ്ദേശിക്കുന്നത്, ഈ വരുന്ന ദിവസങ്ങളൊക്കെ അപ്പോൾ പിന്നെ ബയോളജിക്കൊക്കെ സമയം ഉണ്ടാവും, ഒന്നും പഠിക്കേണ്ട, ജിങ്കിലല്ല, അങ്ങനെ ചെയ്യാനല്ല. ഇനി വരുന്ന ദിവസങ്ങൾ മാക്സിമം എന്ത് ചെയ്യണം? ഈ സബ്ജക്റ്റ് പഠിക്കണം. കാരണം ഇതിനിടയിൽ ഗ്യാപ്പില്ല, പഠിക്കാൻ സമയം കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ സ്ട്രാറ്റജൈസ് ചെയ്യേണ്ടത്. പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ സ്പൂൺ ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. കാര്യം മനസ്സിലായില്ല. അത് പ്രകാരം ഒരു പ്രോപ്പർ ടൈം ടേബിൾ ഉണ്ടാക്കുക. എക്സാമിനർ എങ്ങനെയാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്കും എല്ലാ കാര്യങ്ങളും, അതായത് പരീക്ഷ നടക്കുമ്പോഴൊക്കെ ലൈവ് തരാൻ പോകുന്നത് എക്സാമിനറുടെ സ്ട്രാറ്റജി എന്തായിരിക്കും? ഒബ്വിയസ്ലി ഇതിനോട് അലൈൻഡ് ആയിരിക്കും, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോട് അലൈൻഡ് ആയിരിക്കും. പക്ഷെ അതെന്തായിരിക്കും എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി ഈ ഞായറാഴ്ച കൃത്യം 8 മണിക്ക് വരിക, അത് റിവീൽ ചെയ്യുന്നതായിരിക്കും. അതും കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ക്രിസ്മസ് പരീക്ഷയിൽ ഈസി ആയിട്ട് മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല മക്കളെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നേർന്നുകൊണ്ട് ഞായറാഴ്ച നമ്മൾ കാണണം എന്നുള്ള ആ ഒരു പ്രോമിസ് നിങ്ങളിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് മക്കളെ. നമ്മൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് പരീക്ഷ തകർത്തിരിക്കും. അത്രയേ ഉള്ളൂ.